എനിക്കറിയാം നിന്റെ വരവിന്റെ ഉദ്ദേശം. വൈദ്യശാസ്ത്രം ഏറെ പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നു. വയ്യാരത്ത് തറവാട്ടിലെ 5ാം തലമുറക്കാരി. എന്റെ ആത്മസുഹൃത്തിന്റെ ചിത്രത്തിൽ പിറന്ന സുന്ദരി നീ തന്നെ, ഇന്ദു. എന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമോളും നീ തന്നെ, ലേഖ. എന്റെ ഭാവനയിൽ പിറന്ന നായികയും നീ തന്നെ, ഇന്ദുലേഖ. ഞാൻ ഡോക്ടർ ചൈതന്യ ഉണ്ണി, ഓൾസോ നോൺ ആസ് ഡോക്ടർ ടാനിയ, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നിരിക്കുകയാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച സ്റ്റുഡൻ്റാണ്. അവിടുന്ന് ഇംഗ്ലണ്ടിൽ പോയി, ഇംഗ്ലണ്ടിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് എത്തി. കഴിഞ്ഞ 9 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നു. അവിടെ ചെയിൻ ഓഫ് മെഡിക്കൽ സെൻറ്റേഴ്സ്, കോസ്മെറ്റിക് ക്ലിനിക്സ്, സ്കിൻ കെയർ പ്രോഡക്ട്സ് ബ്രാൻഡ് എന്നുള്ള കുറച്ച് സംരംഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഇത് കൂടാതെ വേറൊരു വിധത്തിൽ കൂടെ എനിക്ക് എന്നെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒ ചന്തു മേനോൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടറും കൂടിയാണ് ഞാൻ. 5ാം തലമുറയാണ് ഞാൻ. ഇന്ദുലേഖ എഴുതിയ ഒ ചന്തു മേനോൻ്റെ പപ്പൗത്രിയും കൂടിയാണ്. ചന്ദ്രലേഖയ്ക്കെന്നുമിന്നും ചന്തമൊന്നല്ലോ, തിങ്കളേ നീ മാഞ്ഞു പോകാതങ്കമാണല്ലോ, തനിത്തങ്കമാണല്ലോ. ഇന്ദുലേഖ എന്ന നോവലിനെ പറ്റിയിട്ട് വീണ്ടും ഒരു 3.5 വർഷം മുന്നെയാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നത്. എനിക്ക് 2 കുട്ടികൾ. 2ാമത്തെ കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞ ആ സമയത്താണ് അത് വീണ്ടും എൻ്റെ മനസ്സിൽ കടന്നു വന്നത്. അപ്പോൾ അത് വീണ്ടും എടുത്ത് വായിച്ചപ്പോൾ അതിൽ പല ആശയങ്ങളും, ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കുറേ ആശയങ്ങൾ എനിക്ക് ആ സമയത്ത് വന്നു. അപ്പോൾ അതിൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഒരു വിഷ്വൽ പ്ലാറ്റ്ഫോമിൽ ഒരു നൃത്തരൂപത്തിൽ ഇന്ദുലേഖ എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ള ആശയമായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് സൂര്യകൃഷ്ണമൂർത്തി സാറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സാറിൻ്റെ ഡിറക്ഷനിൽ ഒരു ഡാൻസ് ഡ്രാമ വിനീത് കുമാർ, ആക്ടർ ഡയറക്ടറായിട്ടുള്ള വിനീത് കുമാറും ഞാനും കൂടി അവതരിപ്പിച്ചു. നീലത്താമരമിഴിയിതളേ ചോലത്തിരയുടെ അഴകേ, അല്ലിച്ചുണ്ടിൽ മെല്ലെ ചെല്ലപ്പാട്ടും മൂളി, തണ്ടുലഞ്ഞ് താളമോടെയാടവേ. ഇന്ദുലേഖയ്ക്ക് 130 വയസ്സ് തികയാണ്. അപ്പോൾ അതിൻ്റെ ആസ്പദമാക്കിയിട്ട് ഒരു ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പല പ്രോഗ്രാംസും പല ഇവൻറ്റ്സും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമായിട്ട് വീണ്ടും എനിക്ക് ഇന്ദുലേഖയുടെ രൂപത്തിൽ വീണ്ടും ഡാൻസ് ചെയ്യണമെന്നുള്ള ഒരു മോഹമുണ്ട്. അത് ഇതിൻ്റെ ഹോൾ കോൺസെപ്റ്റിൽ ഒരു ചെറിയൊരു ആഗ്രഹം മാത്രം. പക്ഷെ അതല്ല എൻ്റെ മെയിൻ എയിം. ഫൗണ്ടേഷനിലൂടെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹം. ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ചിന്തിക്കാൻ അവസരം നൽകുന്ന അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇന്ദുലേഖ. അതിൽ വളരെ സുപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും നമുക്കൊന്ന് ഓർമ്മിപ്പിക്കാനും അതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അത് ഇന്നത്തെ കാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഒന്ന് ചിന്തിക്കാൻ കൂടിയാണ് ഞാൻ ഫൗണ്ടേഷനായിട്ട് മുന്നോട്ട് വന്നത്. 15-ാം വയസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ എന്താ പറയുക, ചെറിയ കുട്ടി മനസ്സ്, ചെറിയ മോഹങ്ങൾ,
അപ്പോൾ ആ ഒരു പ്രണയം ഒക്കെ അറിയുന്ന ഒരു കാലഘട്ടമാണല്ലോ, ആ ചെറിയൊരു കൗമാരപ്രായം. ആ പ്രായത്തിൽ കൂടുതലായിട്ട് മനസ്സിൽ നിൽക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ഡ്രീം ഗേൾ ആയിട്ടുള്ളൊരു ഇന്ദുലേഖയുടെ സൗന്ദര്യം, ഇന്ദുലേഖനെ പ്രേമിക്കുന്ന മാധവനെ സ്നേഹിക്കുന്ന ഇന്ദുലേഖ, അവർ തമ്മിലുള്ള ഒരു റൊമാൻസ്, അതിൽ പറയാതെ പറയുന്ന ഒരു ഇഷ്ടം, അതിൻ്റെ ഒരു ഫീല്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ അന്ന് എനിക്ക് ഇമ്പാക്റ്റായിട്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് എ ഫാക്ട്. അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടും മനസ്സിൽ ഇന്ദുലേഖ ശരിക്കും ജീവിച്ചിട്ടുണ്ടായിണ്ടാവുമോ, മുതുമുത്തശ്ശൻ ചിലപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടാണോ എഴുതിയിട്ടുണ്ടാവുക, ഇങ്ങനെ പലതും നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ അതിലായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 15 വയസ്സ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി പ്രായമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളത് പിന്നെയും മനസ്സിലായത്. ചാമുണ്ടിക്കാവിലെ ചന്ദനത്തെന്നലെ നീ അറിഞ്ഞോ എൻ മാനസം, നീ അറിഞ്ഞോ എൻ മാനസം. തേവാരപ്പുലരിയിൽ തോരാതെ പെയ്യുന്ന ജപമന്ത്രമാണെന്നനുരാഗം, ആത്മരാഗം. ഈ നമ്മൾ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളും സുഖമേറിയ അനുഭവങ്ങളും കൂടെ എല്ലാം കടന്നു പോയി കഴിഞ്ഞിട്ട് ആ പുസ്തകം വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ പ്രസക്തി ഭയങ്കര വ്യത്യാസമായിട്ടാണ് അനുഭവപ്പെട്ടത്. അതിൻ്റെ റെലവൻസ് ഇന്നത്തെ കാലത്തും. പിന്നെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്നെ വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചത് എന്താ വെച്ചാൽ 130 വർഷം മുന്നേ, അപ്പോൾ 1889 ഇദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും കാലത്തിന് അതീതമായിട്ട് ചിന്തിക്കാൻ പറ്റി. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു ഗ്ലോബൽ ലാംഗ്വേജായി മാറും എന്നുള്ള അവരുടെ ഒരു ദീർഘദൃഷ്ടിയും പിന്നെ അന്നത്തെ കസ്റ്റംസിനെതിരെ ആചാരങ്ങൾക്കെതിരെ വളരെ ഒരു ധൈര്യത്തോടെ അന്നത്തെ സിസ്റ്റത്തിനെതിരെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോലും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാൻ പ്രയാസമുണ്ട്. നമ്മൾ ടച്ച് ചെയ്യാത്ത പല വിഷയങ്ങളുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അതൊന്നും ഒരു കൂസലും ഇല്ലാതെ ധൈര്യത്തോടെ താൻ എന്താണോ വിചാരിക്കുന്ന ആ ഒരു ആശയം ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മീഡിയം അവർ തിരഞ്ഞെടുത്തു ആ പുസ്തകത്തിലൂടെ എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തി. അതൊരു സോഷ്യൽ റിഫോമർ എന്ന രീതിയിലാണ് എനിക്ക് അത് കാണാൻ പറ്റിയത്. പല്ലവി പാടി ചെറുമൂലമഴ താളം തുള്ളി ഇളം പൂവിൻ തളിർമയിൽ പതിയെ തൊട്ടേ മുളങ്കാറ്റ് കളിയൂഞ്ഞാലാടുന്നുണ്ട്. ആ ഒരു 15 വയസ്സുകാരിയുടെ ഒരു ലെവലിൽ ആ ഒരു കൗമാരപ്രായത്ത് ഞാനും ഒരു ഇന്ദുലേഖ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇന്ദുലേഖയുടെ പേര് എനിക്ക് ഇന്ദുലേഖ എന്നിട്ടിരുന്നെങ്കിൽ എന്നുള്ള കുറച്ച് ചെറിയ ചെറിയ കുട്ടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാലോചിക്കുമല്ലോ. പിന്നെ ഇന്ദുലേഖയുടെ ആ ഒരു സ്വഭാവം, ആ ഒരു സ്ട്രെങ്ത്ത്, പിന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ധൈര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്നെ വളരെ ഇൻസ്പയർഡ് ആയിരുന്നു. പിന്നെ അതേമാതിരി ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ ജീവിക്കാനുണ്ടാവുന്ന സ്ട്രെങ്ത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലാണെങ്കിലും എന്നെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം വായിച്ച് ഇത് വിഷ്വൽ മീഡിയയിലൂടെ ഡാൻസിലൂടെ അവതരിപ്പിക്കണം എന്നുള്ള സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ആ വരക്കാശ്ശേരി മനയിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇന്ദുലേഖയുടെ
വേഷം ഒക്കെ ഡിസൈനൊക്കെ ചെയ്ത് അത് അണിഞ്ഞ് ആ ഇരിക്കുന്ന സമയത്ത് ഒരു അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോയ ഒരു പ്രതീതി. ഇപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഓഫ് ഫ്യൂ സെക്കൻഡ്സിൽ ഇവരിങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് ഇവർ ഇന്ദുലേഖ എന്നുള്ള ആൾ ശരിക്കും അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ശരിക്കും ജീവിച്ചിട്ടുണ്ടാവുമോ, ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അവരിരുന്നുണ്ടാവുക. പിന്നെ ഞാൻ കൂടുതലായിട്ട് അവരിലൂടെ ചിന്തിക്കാനും യാത്ര ചെയ്യാനും തുടങ്ങി. ആ ക്യാരക്ടറിലേക്ക് ഞാൻ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു. അത് വല്ലാത്ത എനിക്കൊരു സ്പിരിച്വൽ ജേർണി ആയിരുന്നു. ചാമുണ്ടി കാവിലെ ചന്ദനത്തെന്നലേ നീ അറിഞ്ഞോ എൻ മാനസം, നീ അറിഞ്ഞോ എൻ മാനസം. തേവാരപ്പുലരിയിൽ തോരാതെ പെയ്യുന്ന ജപമന്ത്രമാണെന്നനുരാഗം, ആത്മരാഗം. ഇന്ദുലേഖ എന്നുള്ള നോവൽ 130 വർഷം കഴിഞ്ഞു. 1889 ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. 130 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്തു. അതിന് ഒരു സംശയമില്ല. നമ്മൾ ആ കേരളം അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഒരു അവസ്ഥയെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് വന്നു. നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ പവർ പൊസിഷനിൽ സയൻറ്റിസ്റ്റായിട്ടും പല മേഖലകളിലും നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു. പക്ഷേ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് വരാനിരിക്കുന്നുണ്ട്. 130 വർഷം മുന്നേ ഒ ചന്തുമേനോൻ ഇന്ദുലേഖയിലൂടെ നാട്ടുകാരോട് പറയാൻ ശ്രമിച്ചത്, നാട്ടുകാരെ നിങ്ങൾ പെൺകുട്ടികളെ പഠിപ്പിക്കുക. അതിലാണ് നമ്മുടെ നാടിൻ്റെയും കുടുംബത്തിൻ്റെയും ഉയർച്ച. 130 വർഷം കഴിഞ്ഞിട്ടും നമ്മളിത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് തന്നെ ഒരുപാട് അവസരവും റൈറ്റ് സ്കില്ലും റൈറ്റ് ട്രെയിനിങ്ങും റൈറ്റ് ഓപ്പർച്യൂണിറ്റീസും കിട്ടിക്കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മളിപ്പോൾ വി വിൽ ബി എക്സ്പീരിയൻസിങ് എ മാജിക്. പുലരി നിലാവോ പാർവതിയോ, പുലരി നിലാവോ പാർവതിയോ, പ്രണയ വിവശയ രുക്മിണിയോ, ഉഷയോ മമ സഖി ഉത്തരയോ, നൈഷധപുരിയിലെ ദമയന്തിയോ. ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം കൊണ്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം. അതായത് ഒരു ഇൻഡിവിജ്വലിനെ കൊണ്ടോ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. ഒരു ചെറിയൊരു ഓർഗനൈസേഷനെ കൊണ്ടോ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും ഈ ആശയം വിമൻ എംപവർമെൻറ്റ് ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ള ആശയം കൺവേ ചെയ്യാൻ ഈ ഫൗണ്ടേഷനിലൂടെ പറ്റുകയാണെങ്കിൽ ഐ വിൽ ബി വെരി ഹാപ്പി. ഒരു എഡ്യൂക്കേഷൻ സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് റൈറ്റ് ട്രെയിനിങ്, റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് അവരുടെ സ്കിൽ, ഇപ്പോൾ ഒരു ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി, ലാക്ക് ഓഫ് ട്രെയിനിങ്, ലാക്ക് ഓഫ് സ്കിൽ ആണോ ഒരു നോർമൽ കുട്ടീനെ ഒരു എക്സംപ്ലറി കുട്ടിയാക്കി മാറ്റാൻ ഉള്ള ഒരു സ്ലൈറ്റ് എഡ്ജ് എന്ന് പറയും. ഇപ്പോൾ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടിക്ക് റൈറ്റ് എഡ്യൂക്കേഷനും റൈറ്റ് ഓപ്പർച്യൂണിറ്റീസും കൊടുത്താൽ ഈ ടാലൻറ്റഡ് ആയ കുട്ടീനെ നമുക്കൊരു ഗ്ലോബൽ ലീഡറാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെ നമുക്ക് ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് ഒരുപാട് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള മിടുക്കികളായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കിട്ടാൻ പറ്റും എന്നാണ് എനിക്ക് ശ്രമിക്കുന്നത്. അത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഇന്ദുലേഖമാരെ നമുക്ക് വീണ്ടും
കാണാൻ പറ്റും. ഡാഡിയുടെ പൊന്നും കൂടത്തിന് എന്താ വേണ്ടത്? ടോഫി, ഐസ്ക്രീം, പാല്, പിന്നെ എനിക്കൊരു ഉമ്മ. സുമിമോൾ സ്കൂളിൽ നിന്നും വീട്ടിൽ പോവാതെ നേരിട്ട് വന്നതേ ഡാഡിയും കൂട്ടി ഉടനെ പോവാനാണ് മുത്തച്ഛന്റെ ബർത്ത്ഡേക്ക്. മമ്മി ഡ്രസ് മാറി വീട്ടിൽ കാത്തു നിൽക്കാണ്. ഇനി പോവാം. യെസ് മാഡം, പോയിക്കളെ. ഇത് പിടിച്ചു. നല്ല കുട്ടിയല്ലേ, തിന്നു മോളെ. ഒരു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടല്ലോ. എന്താ മോളെ ഇത്? സിനിമയിൽ അഭിനയിച്ചത് വളരെ കുട്ടിക്കാലത്തായിരുന്നു. അതായത് ഒരു 3.5 വയസ്സാകുമ്പോഴായിരുന്നു ഈ തണലിൽ ഇത്തിരി നേരം എന്നുള്ളൊരു സിനിമ അഭിനയിക്കുന്നത്. അത് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. PG വിശ്വംഭരനാണ് ആ സംവിധായകൻ. മമ്മൂട്ടി ശോഭനയുടെ മകളായിട്ടുള്ള ഒരു റോളിനായിരുന്നു. അപ്പോൾ വലിയ ബോധമുള്ളൊരു കാലഘട്ടമൊന്നുമല്ല. അതെന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു, ഞാൻ എന്തെല്ലോ ചെയ്തു. അങ്ങനെ സെലക്ഷനായി അങ്ങനെയാണ് സിനിമയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിയലി ലക്കി ടു ഹാവ് ആക്റ്റഡ് വിത്ത് മമ്മൂട്ടി സർ, ലാലേട്ടൻ, അങ്ങനെ സുരേഷ് ഗോപി ചേട്ടൻ, അങ്ങനെ പല ആൾക്കാരുടെ, ദിലീപ് ഏട്ടൻ, അങ്ങനെ പല ആൾക്കാരുടെ അഭിനയിക്കാനും അവരോട് പ്രവർത്തിക്കാനും പറ്റി എന്നുള്ളത് ഭയങ്കര ലക്കാണ്. 2 അവാർഡുകൾ കിട്ടി. സംസ്ഥാന അവാർഡ് ഫോർ ദ ബെസ്റ്റ് ചൈൽഡ് ആക്ട്രസ്, പിന്നെ കലാവേദി അവാർഡ് ബാംഗ്ലൂർത്തെ ഒരു അവാർഡ് കിട്ടി. അത് ഓർമ്മയിലെന്നും എന്നുള്ള ഒരു മൂവി, രതീഷ് സീമ കൂടെ അഭിനയിച്ചിട്ടുള്ളൊരു മൂവിക്കാണ് അത് കിട്ടിയിരിക്കുന്നത്. രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ഒരാൾ 3 വയസ്സ്, മറ്റാൾ 6 കഴിഞ്ഞിപ്പോൾ 7 ആയിട്ടേ ഉള്ളൂ. കലാപരമായിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ അത് അറിയില്ല. അപ്പോൾ മൂത്താൾ തബല പഠിക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട് നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ചെയ്യായിരിക്കും. പിന്നെ ചെറിയ ആൾക്ക് ഡാൻസാണ് ഏറെ താല്പര്യം. 6 മാസം മുതലേ ഏത് പാട്ട് കേട്ടിയാലും മോനെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ തുടങ്ങും. 2 പേർക്കും ഡാൻസും കലാപരമായിട്ട് താല്പര്യമുണ്ട്. വാസനയുണ്ടോ അതിൽ എത്രത്തോളം എത്തുമെന്നും നമുക്കറിയില്ല. പിന്നെ മാത്രമല്ല അതൊക്കെ ഓരോരുത്തരുടെ കുട്ടികളുടെ ഒരു താല്പര്യം അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഞാനായിട്ട് ഒരു പുഷിയില്ല, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, പുഷിയില്ല. കാരണം കാര്യമില്ല, അത് അവർക്കൊരു ടോർച്ചറാകരുതല്ലോ. അപ്പോൾ അറിയില്ല, ആഗ്രഹമുണ്ട് അവർ കലാപരമായിട്ട് മുന്നോട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഹസ്ബൻഡ് ഞാൻ കൂടെ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അവർ നല്ല അങ്ങനെ ഡ്രാമ അങ്ങനെയെല്ലാം ചെയ്യുന്ന നല്ല ആക്ടറാണ്. പിന്നെ അവരെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയാം.
എൻ്റെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാനും ഒരു കാര്യത്തിനും തടസ്സം ഒരു ഒബ്സ്റ്റിക്കിളായിട്ട് ഒരിക്കലും അതേ ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പറയും നിനക്ക് എന്താണോ യുക്തിപരമായിട്ട് തോന്നുന്നത് അത് ചെയ്യാമെന്നാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്നെ സ്പൂൺ ഫീഡ് ചെയ്യില്ല. അതായത് എല്ലാം ചെയ്തു തന്ന ആശയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആശയമുണ്ട്, അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ വിഷ്വലൈസേഷൻ വരെയുള്ള ജേർണി, ആ കോൺസെപ്റ്റ് മുതൽ അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ റിസർച്ച് ചെയ്ത് അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് അത് മുതൽ പുറത്തേക്ക് എത്തുന്നവരെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അതിന് എനിക്കറിയാം ഹീസ് ദെയർ, ഹി വിൽ സപ്പോർട്ട് മീ, ബട്ട് ജേർണി ഈസ് മൈൻ. അത് തന്നെയാണ് ഞാൻ എൻ്റെ ഫൗണ്ടേഷനിലൂടെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ആശയമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാഷനുണ്ടോ, അതിൻ്റെ ഹോൾ റെസ്പോൺസിബിലിറ്റി അത് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത്. ബാക്കി ഇഫ് യു ആർ റിയലി പാഷനേറ്റ് അബൌട്ട് സംതിങ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിൽ ഇന്ന ഒരു കാര്യം വേണം, അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം എനിക്കത് ഇങ്ങനെയായി കാണണം എന്ന് തോന്നുകയാണെങ്കിൽ the only person that's stopping you is yourself. Durge jaya jaya durge 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 കേരള വെതർ പരമായിട്ട് മിസ് ചെയ്യില്ല. കാരണം ഞാനുള്ള സ്ഥലം കേരളത്തിൻ്റെ വെതർ. അപ്പോൾ മിക്ക സമയത്തും ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യം അയ്യോ കേരളത്തിന് മാറി തന്നെ എല്ലാം. പിന്നെ അതേമാതിരി മഴയുണ്ട്, എല്ലാം ഉണ്ട്, പ്രളയമുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നൊന്നുമില്ല ആ കാലാവസ്ഥയെ മറ്റും നോക്കുമ്പോൾ. പക്ഷേ മിസ് ചെയ്യുന്നത് കുടുംബം മിസ് ചെയ്യുന്നുണ്ട്, നാട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്, കൾച്ചർ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കലാപരമായിട്ട് താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ പോയി പഠിക്കാൻ പറ്റുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു പരിപാടി കാണാൻ പോകാൻ ഒക്കെ പ്രയാസമുണ്ട്, നമുക്ക് വേണ്ട സമയത്ത് എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ അതൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നത്. പിന്നെ ഒറ്റയ്ക്കാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളുമായിട്ട് ജീവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഒരു സൊസൈറ്റി അങ്ങനെയല്ലേ, നമ്മൾ വീട്ടുകാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി, കുട്ടികളെ നോക്കുന്നതും എല്ലാം. അപ്പോൾ നമുക്കങ്ങനെ ഒരു സഹായം എന്ന് പറയാൻ അങ്ങനെ ആളുമില്ല. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നു. പകലും ഒരു മനസ്സാലെ ഹൃദയമെഴുതുന്നു